രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തിയെന്ന ആരോപണത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായർക്കെതിരെയാണ് പാർട്ടി നടപടി. വഞ്ചിയൂർ മേഖലയിലെ പ്രധാന നേതാവായിരുന്നു വിഷ്ണു. രക്തസാക്ഷി ഫണ്ടായിരുന്നു തട്ടിപ്പിന് വിധേയമാക്കിയത്. 2008 ഏപ്രിൽ 1 വിഷ്ണു കൊല്ലപ്പെടുന്നത്. വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി പാർട്ടി ധനശേഖരണം നടത്തി. അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു ടി രവീന്ദ്രൻ നായർ. വിഷ്ണുവിന്റെ കുടുംബത്തിനുള്ള സഹായധനം നൽകിയ ശേഷം 5 ലക്ഷം കേസ് നടത്തിപ്പിനും മറ്റുമായി മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ പണം രവീന്ദ്രൻ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പരാതി ഉയർന്നു വന്നത്. വിഷ്ണുവിന്റെ കുടുംബം പരാതിയുമായി പാർട്ടി നേതാക്കളെ സമീപിക്കുകയായിരുന്നു. പിന്നാലെ നിലവിലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയെ അന്വേഷണ കമ്മീഷനാക്കി പരാതി പാർട്ടി അന്വേഷിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പുറത്തു വരുന്നതും സഹകരണ തട്ടിപ്പ് തന്നെയാണ്. രക്തസാക്ഷി ഫണ്ട് നിക്ഷേപിച്ചതും ആ പണം തട്ടിയെടുത്തതും ആരോപണ വിധേയനായ CPM വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായർ പ്രസിഡന്റായ കൈതമുക്ക് ചുമട്ടുതൊഴിലാളി സർവീസ് സഹകരണ ബാങ്കിലായിരുന്നു. ഇദ്ദേഹം പ്രസിഡന്റായ ശേഷമാണ് പണം പിൻവലിച്ചത് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. ജില്ലാ നേതൃത്വത്തിന് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ രവീന്ദ്രൻ നായരുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത്. വിഷ്ണുവിന്റെ കുടുംബത്തെ സഹായിക്കാനും കേസ് നടത്തിപ്പിനുമായി എത്ര രൂപ പിരിച്ചു എന്നതിന് രേഖകൾ ഒന്നും തന്നെയില്ല. പിരിച്ച തുകയിൽ നിന്ന് 11 ലക്ഷം രൂപ വിഷ്ണുവിന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. നിയമസഹായ ഫണ്ട് എന്ന പേരിൽ കൈതമുക്ക ചുമട്ടുതൊഴിലാളി സഹകരണ സംഘത്തിൽ ബാക്കി പണം പാർട്ടി അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് 5 ലക്ഷം രൂപ രവീന്ദ്രൻ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റിയെന്നാണ് കണ്ടെത്തൽ. ഈ പണം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പലിശയും ചേർത്ത് 9 ലക്ഷം രൂപയാകുമായിരുന്നുവെന്ന് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടി നിയന്ത്രണത്തിലുള്ള മറ്റൊരു സഹകരണ സംഘത്തിൽ ഭാര്യയ്ക്കും ഗവൺമെന്റ് പ്രസിൽ മകനും ജോലി നേടിയത് സ്വാധീനം ഉപയോഗിച്ചാണ് എന്ന സംശയവും ചർച്ചയാകുകയാണ്. വിഷ്ണു രക്തസാക്ഷി ഫണ്ട് ശേഖരണം നടത്തുമ്പോൾ രവീന്ദ്രൻ നായർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. കൈതമുക്കിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരമായിരുന്നു ഒരു കാലത്ത് വിഷ്ണു. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ വിഷ്ണു അതിവേഗം ഈ മേഖലയിലെ CPMലെ പ്രധാനിയാകുകയായിരുന്നു. വിഷ്ണുവിന്റെ സഹോദരൻ VV വിമൽ CPMന്റെ നേതാവാണ്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് വിമൽ. SMV സ്കൂളിൽ SFI പ്രവർത്തകനായി തുടങ്ങിയ വിഷ്ണു അതിവേഗം തിരുവനന്തപുരത്തെ സ്വാധീനമുള്ള DYFI നേതാവായി മാറുകയായിരുന്നു. യുവാക്കളുടെ പ്രിയപ്പെട്ട സഖാവായി വിഷ്ണു മാറി. വിഷ്ണുവും സഹോദരൻ വിമലും രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. മൂത്ത സഹോദരൻ വിനോദും പൊതുരംഗത്തുണ്ടായിരുന്നു. കരാട്ടെ പരിശീലകനായ വിനോദ് ഇന്ത്യൻ ടീമിന്റെ അടക്കം ഭാഗമായ വ്യക്തിയാണ്. CPMുമായി ഏറെ അടുത്തു നിൽക്കുന്ന കുടുംബമാണ് ഇപ്പോഴും വിഷ്ണുവിന്റേത്. 2008 തിരുവനന്തപുരം കൈതമുക്കിൽ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വിഷ്ണുവിനെ RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ്. 13 പ്രതികളെ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി കണ്ടെത്തിയെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയക്കുകയായിരുന്നു. വിധി സുപ്രീം കോടതിയും ശരിവെച്ചു. കേസ് നടത്തിപ്പിനായാണ് ഫണ്ട് സമാഹരണം നടന്നത്. വിഷ്ണു നിയമസഹായ ഫണ്ട് എന്ന പേരിൽ സൂക്ഷിച്ച ബാക്കി പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ രവീന്ദ്രൻ നായരുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് വകമാറ്റിയതായി ലോക്കൽ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഏരിയ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ അപേക്ഷ പൂരിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന വ്യക്തിയായിരുന്നു വിഷ്ണു. വിഷ്ണുവിന്റെ ചേട്ടൻ കൂടിയായ വിമലിന്റെ പാതയിലാണ് ഈ ജോലിയിൽ എത്തിച്ചേർന്നത്. ഇത് മനസ്സിലാക്കിയായിരുന്നു വിഷ്ണുവിനെ രാഷ്ട്രീയ എതിരാളികൾ വകവരുത്തിയതും. ജോലിക്കെത്തുന്ന വിഷ്ണുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയായിരുന്നു കൊല നടന്നത്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിൽ വിഷ്ണുവിനെ അനുസ്മരിക്കാതെ പരിപാടികളൊന്നും തന്നെ നടക്കാറില്ല. അങ്ങനെ പ്രവർത്തകർ വികാരപരമായ അടുപ്പം സൂക്ഷിക്കുന്ന രക്തസാക്ഷിയാണ് വിഷ്ണു. ഈ വിഷ്ണുവിന്റെ പേരിലെ ഫണ്ട് തട്ടിപ്പ് അണികൾക്കും തീരാ വേദന തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് പാർട്ടി നടപടികളിലേക്ക് കടക്കുന്നത്. വിഷ്ണു വധക്കേസിൽ കുറ്റാരോപിതരായ 13 RSS പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടിരുന്നു. കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയാണ് 13 പേരെയും കുറ്റവിമുക്തരാക്കിയത്. സർക്കാർ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിലിട്ടാണ് 2008 RSS സംഘം വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിചാരണ നേരിട്ട മുഴുവൻ പ്രതികളും RSS നേതാക്കളും പ്രവർത്തകരുമായിരുന്നു. ഇവരിൽ 13 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. 11 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 15-ാം പ്രതിക്ക് ജീവപര്യന്തവും 11-ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും നൽകി. എന്നാൽ ഹൈക്കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാക്കുകയായിരുന്നു.